നമുക്കൊരു രസഗുള ഹണ്ട് നടത്തിയാലോ? വാ, അതിനു മുന്നേ നമുക്ക് കുറച്ച് ചെറീസ് വാങ്ങാം. വാവാച്ചിക്ക് ഒരുപാട് ഇഷ്ടമാണ് ചെറീസ്, അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ചെറീസൊക്കെ വാങ്ങി. അതാ ആ വാങ്ങിയ ചെറീസാണ് അവളുടെ കയ്യിലുള്ള പാക്കറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. 2-3 കടകളിൽ രസഗുള ചോദിച്ചപ്പോൾ അവിടെ ഒന്നുമില്ല. അവർക്ക് അറിയാവുന്ന ഭാഷയിൽ ഞങ്ങൾക്ക് എവിടെ കിട്ടുമെന്ന് പറഞ്ഞു തന്നു. ന്യൂ ബോംബെ ടിഫിനി എന്നാണ് ഷോപ്പിൻ്റെ പേര്. പിന്നെ ആ ഷോപ്പ് റെഡിയായി ഞങ്ങളുടെ നടത്തം. വഴിയരികിൽ ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. ചെറുനാരങ്ങയും തുളസിയും അങ്ങനെ പറയേണ്ട ഒരുപാട് സാധനങ്ങൾ. അപ്പോൾ അതൊക്കെ കണ്ട് അതൊക്കെ ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ നടക്കുന്നത് ഉച്ച സമയത്താണ് കേട്ടോ. എന്നാൽ അതിൻ്റെ ഒരു ക്ഷീണവും ഞങ്ങൾക്കില്ലായിരുന്നു. കാരണം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, വഴി നിറയെ വേപ്പിൻ മരങ്ങളാണ്. പൊതുവെ തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ നിങ്ങൾക്ക് ഈ കാഴ്ച കാണാൻ വേണ്ടി സാധിക്കും. വഴിയരികിൽ ഒരുപാട് കടകളുണ്ട്. ന്യൂ ബോംബെ ടിഫിനിയുടെ ഒരു ഷോപ്പാണ് നിങ്ങൾക്ക് അപ്പുറത്ത് കാണാൻ സാധിക്കുന്നത്. അത് ഞങ്ങളോട് പറഞ്ഞിരുന്നു, പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ തന്നെ ഒരു ഷോപ്പുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. ഈ കാണുന്ന പച്ച ബോർഡാണ് നമ്മുടെ ന്യൂ ബോംബെ ടിഫിനി. അറ്റ് ലാസ്റ്റ് നമ്മൾ അവിടെ എത്തി. ഇയാൾ എടുത്തു കാണിക്കുന്നതാണ് നമ്മുടെ രസഗുള. നല്ല വൈറ്റ് കളറാണ്. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ കഴിച്ചു നോക്കുന്നത്. അവിടെ തന്നെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഞങ്ങൾക്ക് ഇതിൻ്റെ ചെറിയ സൈസിലുള്ളത് അവർ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നു. വാവാച്ചി ഇതൊക്കെ നോക്കി വെള്ളമിറക്കുന്നുണ്ട്. ആ താഴെ കാണുന്നതാണ് ചെറിയ രസഗുള. അയാൾ ഞങ്ങൾക്ക് രസഗുള ടേസ്റ്റ് ചെയ്യാൻ തന്നു. അപ്പോൾ ഏട്ടൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഭയങ്കര മധുരമായിരുന്നു. വാവാച്ചിക്കും കൊടുത്തു, എനിക്കും തന്നു. അപ്പോൾ ഗുലാബ് ജാമുനൊക്കെ പാക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴാണ് ആ ഷോപ്പിൻ്റെ തന്നെ ഒരു സൈഡിൽ ഒരാൾ ദഹിപൂരിയും പാനിപൂരിയും അങ്ങനെ കുറച്ച് സ്നാക്സ് ഒക്കെ വിൽക്കുന്നുണ്ട്. സെയിം ഷോപ്പ് തന്നെയാണേ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു ആഗ്രഹം, എന്നാൽ പിന്നെ ഒരു ദഹിപൂരി ആയാലോ. അപ്പോൾ ഞങ്ങൾ വെയിറ്റിംഗ് ഫോർ ദഹിപൂരി. ഞങ്ങളവിടെ ഒരു സൈഡിൽ പോയിരുന്നു. ഏട്ടൻ പോയിട്ട് ദഹിപൂരിയൊക്കെ വാങ്ങി വരികയാണ്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഞാൻ കഴിച്ചിട്ടുള്ളത് വെച്ചിട്ട് ഏറ്റവും സൂപ്പറായിട്ടുള്ള ദഹിപൂരി ആയിരുന്നു. വാവാച്ചിക്ക് ഒരുപാട് ഇഷ്ടമായി. അവസാനം ദഹിപൂരിയും കഴിച്ച് ഞങ്ങളുടെ രസഗുള ഹണ്ട് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ രസഗുളയൊക്കെ പാക്കാക്കി അവർ തന്നു, ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.